ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈശോയുടെ നാമത്തിൽ നിനക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും നേരുക. ഈ ദിവസം അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ കൂടെയുള്ള യാത്ര ഈശോയെപ്പോലെ ആകാനായിട്ട്, ഈശോയിലേക്ക് ചേരുവാനായിട്ട്, അതാണല്ലോ ഈ തപസ് കാലഘട്ടം. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഏറ്റവും നല്ലൊരു മനോഭാവം എന്ന് പറയുന്നത്, ആയിരിക്കുന്ന കൊമ്പുകളെല്ലാം വിട്ടിട്ട്, ആയിരിക്കുന്ന അവസ്ഥകളെല്ലാം വിട്ടിട്ട് ഈശോ തന്നെ ശൂന്യവൽക്കരിച്ചതുപോലെ തന്നെ താഴേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. മഹിമയും മഹത്വം എല്ലാം മാറ്റി നിർത്തിയിട്ട് താഴ്വാരങ്ങളിലേക്ക് വരിക. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 23-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അപ്പോൾ വചനം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നീ തന്നെ താഴ്ത്തിയാലേ ഉയർത്തപ്പെടും. ഈ ഒരു കാലഘട്ടത്തിൽ ആത്മാർത്ഥമായിട്ടൊന്ന് പരിശോധിക്കാമോ? എനിക്ക് ഏതൊക്കെ മേഖലകളിലാണ് എന്നെ വിട്ടുകൊടുക്കാനുള്ളത്, എന്നെ താഴ്ത്തി കൊടുക്കാനുള്ളത്, എൻ്റെ ഈശോനെ അനുഭവിക്കാൻ, എൻ്റെ ഈശോയോട് ചേർന്ന് നിൽക്കാൻ ഏതൊക്കെ മേഖലകളിലാണ് ഇനിയും ഞാൻ എന്നെ തന്നെ താഴ്ത്താനുള്ളത്? അതൊന്ന് കണ്ടുപിടിക്കണം, അതൊന്ന് പരിഹരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ മധ്യയുള്ള നിന്റെ സാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്. ഈശോയെ, ഈ തപസ് കാലഘട്ടത്തിൽ ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. നീ താഴ്ത്തിയ പോലെ, നീ വിട്ടുകൊടുത്ത പോലെ ജീവിതത്തെ താഴ്വാരങ്ങളിലേക്ക് നയിക്കുവാൻ, അങ്ങനെ നിന്നോട് കൂടെ ആയിരിക്കുവാൻ, എല്ലാ മഹിമയും മഹത്വവും മറന്നിട്ട് നിന്നെ മുറുകെ പിടിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. സകലവിധ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ. സമാധാനവും സന്തോഷവും എല്ലാം ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുവാനായിട്ട് ഇടവരുത്തണം. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.